നമസ്കാരം. നമസ്കാരം. സാർ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതലും ആളുകൾ കഷ്ടപ്പെടുന്നത് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹം നിറവേറ്റാനായി അവർ വർഷങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിലും മറ്റും പോയി കഷ്ടപ്പെടുന്ന ജോലി ചെയ്ത് അവരുടെ മുഴുവൻ സമ്പാദ്യവും ഒരു വീടിന് വേണ്ടി ചിലവാക്കുന്നു. അപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിലാണ് ലോണുകൾ കൊടുക്കുന്നത്? പല വിധത്തിൽ ലോണുകൾ കൊടുക്കുന്നുണ്ട്. വീടെന്ന് പറയുന്നത് മിനിമം ഒരു 50 വർഷത്തേക്ക് നമ്മൾ ഭാവി കണ്ടിട്ട് വേണം ഒരു വീട് വെക്കാനായിട്ട്. അപ്പോൾ തട്ടിക്കൂട്ടി ഒരു വീട് വെക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി ആ വീട് സുരക്ഷിതമായിട്ട് താമസിക്കാൻ സാധിക്കണം. അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നമാണ്, അവർക്ക് സ്വന്തമായി സ്ഥലം കാണുകയില്ല. അപ്പോൾ സ്ഥലം വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് വീട് അതിൽ വെക്കണം. അതിനും ബാങ്കുകൾ സഹായിക്കും. അപ്പം അതിന് ചെയ്യേണ്ടത് ആദ്യം സ്ഥലം കണ്ടെത്തുക. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആധാരത്തിൽ എത്ര രൂപ കാണിക്കുന്നോ അത് വെച്ച് മാത്രമേ ബാങ്കുകൾക്ക് ലോൺ നൽകാൻ സാധിക്കുകയുള്ളൂ. ആധാരത്തിൽ കാണിക്കുന്ന തുക, അതോടൊപ്പം തന്നെ ആ വാല്യൂ ഗവൺമെന്റ് ഒരു വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെ, വില നിശ്ചയിച്ചിട്ടുണ്ട്. അതുമായിട്ട് ടാലി ആകണം. ഇത് അതിനേക്കാളും കൂടുതലും ആകരുത്, അതിനേക്കാളും തീരെ കുറച്ചും ആയാലും അവർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത ഇത് കുറയും, തുക കുറയും. അപ്പോൾ അവർ സ്ഥലം കണ്ടെത്തുക, അതിൻ്റെ എഗ്രിമെൻ്റ് എഴുതുക. എഗ്രിമെൻ്റ് എഴുതി കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് അവരുടെ കയ്യിൽ ഒരു മാർജിൻ വേണം. ആ മാർജിൻ തുക അവർ റെഡിയാക്കും. ഇനിഷ്യൽ പേയ്മെന്റ് അവരുടെ കയ്യിൽ. അപ്പോൾ ആരാണോ ഈ സ്ഥലം വിൽക്കുന്നത്, ആരുടെ അടുത്തു നിന്നാണോ വാങ്ങിക്കുന്നത്, അവരുടെ അടുത്തു നിന്ന് എല്ലാ ഡോക്യുമെന്റ്സും വാങ്ങിയിരിക്കണം. ഇപ്പോഴത്തെ ആധാരം, മുന്നാധാരം, അത് അഡ്വക്കേറ്റ്സ് പറയും. ഓരോ ഇത് വെച്ചിട്ട് അതിൻ്റെ പഴയ ആധാരം ഏതാണ്, പഴയ ആധാരം വായിക്കുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പത്തെ ആധാരം കാണേണ്ടി വരും. കാര്യം എന്താ വെച്ചാൽ ബാങ്കുകൾ നോക്കുന്നത്, അഡ്വക്കേറ്റ് നോക്കുന്നത് ഈ സ്ഥലം വിൽപ്പനയ്ക്ക് ഈ ആൾക്ക് പൂർണ്ണ അധികാരം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. മനസ്സിലായി? ഞാനിപ്പോൾ പോയിട്ട് വേറൊരാളുടെ സ്ഥലം എടുത്തിട്ട് വിൽക്കരുത്. അപ്പോൾ ഏത് ഡോക്യുമെൻ്റ് ചോദിച്ചാലും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്ഥലം പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേരിലാക്കി തരാനായിട്ട് ആ വ്യക്തിക്ക്, ആ വിൽപ്പനക്കാരന് അതിൽ അധികാരമുണ്ടോ എന്ന് നോക്കാനാണ് ഈ രേഖകൾ ചോദിക്കുന്നത്. അതിൽ വിശ്വാസ്യത അതൊന്നും നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രേഖകൾ നോക്കുന്നു എന്ന് നോക്കേണ്ട കാര്യം. ഒരാധാരം വായിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും അതിൽ ലൂപ്പ് ഹോൾ കാണും, മൈനർ റൈറ്റോ എന്തെങ്കിലും കാണും. അപ്പോൾ അഡ്വക്കേറ്റ് പറയും അതിൻ്റെ പഴയ ആധാരം കൊണ്ട് നോക്കണമെന്ന് പറയും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൂർണ്ണതരത്തിലും ഇവർക്ക് ഇതിൽ റൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നത്. പക്ഷെ ഇന്നും അതിൽ കുറെ നൂലാമാലകൾ ഇന്നും അതിനകത്തുണ്ട്. ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ലോൺ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി, ഒരു ഹോം ലോൺ ആണെങ്കിൽ പോലും. അപ്പം അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും അത് ഈസിലി ഒരു അപ്രോച്ചബിൾ ആയിട്ട് ലോണിന് എടുക്കാൻ കഴിയും? അല്ല, ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഹൗസിംഗ് ലോണിന് അത്ര റെസ്ട്രിക്ഷൻസ് വെക്കാറില്ല. പക്ഷേ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ബാങ്കുകാർ ചെലുത്തുകയില്ല. കാര്യം അഡ്വക്കേറ്റ് അദ്ദേഹം ലോ പഠിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അതുകൂടാണ്ട് അഡ്വക്കേറ്റ്സ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു 2011 12 ശേഷം വന്ന ഒരു നിയമമാണ്, ഈ നമ്മൾ കൊടുക്കുന്ന ആധാരം ജെന്യൂൻ ആണെന്ന് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പിക്ക് വേണ്ടി ആ അഡ്വക്കേറ്റ് ഏത് രജിസ്റ്റർ ഓഫീസാണോ അവിടെ അപേക്ഷിക്കണം. എവിടെയാണോ വില്ലേജ് ഓഫീസ് അവിടെ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയി ഇത് ശരിയാണെന്ന് വിലയിരുത്താം. കാര്യം കുറേ ഫ്രോഡ് നടന്നുകൊണ്ട് അതൊക്കെ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫ്രോഡ് വരുമ്പോൾ അത് തടയാനുള്ള അടുത്തൊരു നിയമം കൊണ്ടുവരും. അപ്പൊ സാധാരണക്കാരന് അതൊരു ബുദ്ധിമുട്ടാകുന്നു. പക്ഷെ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയായി കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാം. ഒരു ബാങ്ക് വഴിക്കാണ് ഒരു ലോൺ എടുക്കുന്നതെങ്കിൽ, ഒരു ലോൺ എടുത്ത് വീട് വാങ്ങിക്കുന്നതെങ്കിൽ അതിലെ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് 99% കറക്റ്റ് ആയിരിക്കും, പക്കയായിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് അതിൽ നൂലാമാലകളെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നാളെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷമായിരിക്കും ഇതിലെ കുറേ ലൂപ്പ് ഹോൾസ് മനസ്സിലാകും. അപ്പോൾ ഒരിക്കലും അത് നൂലാമാലകളല്ല, അത് ചരട് മുറുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ നിങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥലം വാങ്ങിച്ചു, അതിൻ്റെ ആധാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ എങ്ങനത്തെ വീട് പണിയാൻ പോകുന്നു അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുക. അതിനു മുമ്പ് തന്നെ സാധാരണ ആൾക്കാർ ഒരു സ്ഥലം കണ്ടെത്തുമ്പോൾ തന്നെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ വാങ്ങിക്കുന്നത്, ഈ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വേണം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാനായിട്ട്. അല്ലാണ്ട് വിൽക്കുന്ന ആളുടെ പേരിൽ പെർമിറ്റ് വെച്ചിട്ട് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ ആള് പഴയ ഇതായിരിക്കും, പക്ഷെ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തിയിട്ട്
അപ്പോൾ 2 ലോണായിട്ടായിരിക്കും വരുന്നത്. ഒരെണ്ണം പർച്ചേസിന്, സ്ഥലത്തിൻ്റെ പർച്ചേസിന്. അതിന് ഓരോ ബാങ്കുകളും ഓരോ ഇതാണ്. ചിലപ്പോൾ 50%, ചിലപ്പോൾ 50% കൊടുക്കും ആധാരത്തിൽ കാണിക്കണതിൻ്റെ, ചിലപ്പോൾ 60 കൊടുക്കും, 70 കൊടുക്കും. അതുകൂടാണ്ട് ഈ ആധാരം നടത്തി സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ വീട് പണി തുടങ്ങുകയല്ല, തീർക്കണമെന്നാണ്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ വീട് പണി തുടങ്ങിയിരിക്കണം. അപ്പോൾ സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ വീട് പണിയാന്ന് വിചാരിക്കരുത്. ചിലർ ചെയ്യാറുണ്ട്, സ്ഥലം വാങ്ങിച്ചിടും, എന്നിട്ട് ഇത് വേറെ നല്ല വില കിട്ടുമ്പോഴത്തേക്കും ഇത് മറിച്ച് വിൽക്കും. അങ്ങനെ വിൽക്കുമ്പോഴത്തേക്കും ഇതിന് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റിന്റെ പലിശ വരും. അതും മനസ്സിലാക്കണം. സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് ഒരു വർഷമൊക്കെ ഇടുമ്പോൾ സ്ഥലത്തിന് ഡിമാൻഡ് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് വിൽക്കാൻ നമുക്ക് വേറെ സ്ഥലം എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ഹൗസിംഗ് ലോണിന് 6-7% ആ പലിശയ്ക്കാണ് കിട്ടിയതെങ്കിൽ ഇവരിത് വിൽപ്പന നടത്തി അതിൽ ലാഭം എടുക്കുകയാണെങ്കിൽ, ലാഭം എടുക്കാണ്ട് വിൽക്കുകയല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മാറും. ചിലപ്പോൾ 4-5% മാറാൻ ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ് ഓൺ ബാങ്ക്സ്. ഇതുകൂടി നോക്കണം. പിന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ അവർ പുതുതായിട്ട് വെക്കാൻ പോകുന്ന വീടിന് എത്രയാണ് 80-85-90% വരെ ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. അത് എന്നിട്ട് ഇയാളുടെ പ്രായം 75 വയസ്സ് വരെ, അദ്ദേഹത്തിന് 75 വയസ്സ് തികയുന്നതോ 30 വർഷം. ഓരോ ബാങ്കുകൾ, ചില ബാങ്കുകൾ 25 കൊടുക്കണം, ചില ബാങ്കുകൾ 30. ആ വയസ്സ് വരെ മാക്സിമം 30 വർഷം, എന്നിട്ട് 75 വയസ്സാകുന്നു ഏതാണോ ആദ്യം, അതുവരെയും കാലാവധി വയ്ക്കും. അപ്പോൾ എപ്പോഴും ഒരു ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഞങ്ങൾ ഇത് 10 വർഷത്തിനുള്ളിൽ തീർക്കാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കാലാവധി കുറയ്ക്കരുത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം കാലാവധി വെക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. നാഷണലൈസ് ബാങ്കുകൾ, ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ നമുക്ക് പറയാൻ പറ്റില്ല, അവർ ചിലപ്പോൾ പ്രീ ക്ലോഷർ ചാർജസ് വാങ്ങിക്കും. പക്ഷേ നാഷണലൈസ് ബാങ്കുകളിൽ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കാലാവധി എത്രയാണോ കിട്ടണം അത്രയും കാലത്തേക്ക് ഇത് എടുക്കുക. എന്നിട്ട് കാശ് വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് കൂടുതൽ അടച്ചിട്ട് ക്ലോസ് ചെയ്യുക. അതിനൊന്നും പ്രശ്നങ്ങളില്ല. ഫ്ലാറ്റുകൾ വാങ്ങിക്കുമ്പോഴും ഇതേ ക്രൈറ്റീരിയ തന്നെ? ഫ്ലാറ്റുകൾ വാങ്ങിക്കുമ്പോൾ 2 ഉണ്ട്. ഒന്ന്, ഫ്ലാറ്റ് ഓൾറെഡി ഒരാൾ എടുത്തു കഴിഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഓക്കെ, ഈസിയാണ്. അദ്ദേഹത്തിന് ആ റൈറ്റ് കിട്ടിയ, അദ്ദേഹത്തിന് ഫ്ലാറ്റ് കിട്ടിയതിൻ്റെ ആധാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലാറ്റ് ആകട്ടെ വീടാകട്ടെ 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണെങ്കിൽ കിട്ടുന്ന ലോണിൻ്റെ തുക കുറയും. 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണെങ്കിൽ കാര്യം അതിൻ്റെ വാല്യൂ കുറയും. പക്ഷേ 5 വർഷത്തിൽ താഴെയാണെങ്കിൽ അതൊരു പുതിയ ഫ്ലാറ്റ് പോലെയായിട്ട് കണ്ടിട്ട് മാക്സിമം തുക കിട്ടും. അപ്പോൾ ഫ്ലാറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ആധാരത്തിൽ കാണിക്കുന്ന വാല്യൂൻ്റെ അതിൻ്റെ 75% അങ്ങനെയൊക്കെ അത് ഓരോ ഡിപ്പെൻസ് ഓൺ ബാങ്ക്സ് ആണ്, അത് കിട്ടുന്നതാണ്. അപ്പോൾ ഫ്ലാറ്റ് ഇപ്പോൾ പുതിയ ഫ്ലാറ്റാണ് എടുക്കുന്നതെങ്കിൽ ഈ ആൾക്ക് എന്തൊക്കെയാണോ അവർ ലൈസൻസ് എടുക്കേണ്ടത്, ഇപ്പോൾ എന്താണ് കേരള ഇതുണ്ട്, ക്രഡായി ഉണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. അങ്ങനത്തെ ലൈസൻസുകൾ ഇവരുടെ ഉണ്ടെങ്കിൽ അതിന് ബാങ്കുകൾ ലോൺ തരും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് പുതിയ പ്രോജക്റ്റ് വരികയാണ്, അവർ നല്ല ബിൽഡേഴ്സ് ആണെങ്കിൽ എല്ലാ ബാങ്കുകളും ഇവരെ അപ്രോച്ച് ചെയ്തിട്ട് ഇവരുടെ അടുത്തുനിന്ന് ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചിട്ട് ഇവരുടെ ബാങ്ക് അപ്രൂവൽ നൽകിയിരിക്കും. ഒന്ന്, ബിൽഡർക്ക് അപ്രൂവൽ നൽകണം. 2, ആ പ്രോജക്റ്റിന് അപ്രൂവൽ നൽകണം. ബിൽഡർ അപ്രൂവൽ സെപ്പറേറ്റ് ആണ്. ഇതാരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഇവരുടെ ഇത് കറക്റ്റാണോ, ഡീലിങ്സ് കറക്റ്റാണോ എന്നൊക്കെ ബിൽഡേഴ്സ് അപ്രൂവൽ ഉണ്ട്. അതോടൊപ്പം ഒരു ബിൽഡർക്ക് പല പ്രോജക്റ്റുകളുണ്ടാകും അല്ലേ, ആ ഓരോ പ്രോജക്റ്റിനും അപ്രൂവൽ കൊടുക്കും. അങ്ങനെ ബാങ്കുകൾ, മുഖ്യമായ എല്ലാ ബാങ്കുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്, കാര്യം കസ്റ്റമറെ കിട്ടാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്കുകളെ അപ്രോച്ച് ചെയ്താൽ പിന്നെ നിങ്ങൾ ആ എഗ്രിമെൻ്റ്, ആ ബിൽഡറുമായിട്ട് ട്രൈപാർട്ടി എഗ്രിമെൻ്റ് വയ്ക്കും. ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ഫ്ലാറ്റാണ് വെക്കണമെങ്കിൽ ബിൽഡർ, വാങ്ങുന്ന ആൾ, ബാങ്ക് എന്ന് പറഞ്ഞാൽ 3 പേരും കൂടി ചേർന്ന് ട്രൈപാർട്ടി എഗ്രിമെൻ്റ് വെച്ചിട്ട് ഇതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതനുസരിച്ച് ബാങ്ക് പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഇത് റിലീസ് ചെയ്യും, വായ്പ റിലീസ് ചെയ്യും. അങ്ങനെയുള്ള ഇത് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റുകളെ സംബന്ധിച്ച് അതാണ് പറയേണ്ടത്. ഫ്ലാറ്റുകൾ ഇതുപോലെ തന്നെയാണ്, അതിൻ്റെ അൺഡിവൈഡഡ് ഷെയർ വേണം, അതൊക്കെ അഡ്വക്കേറ്റ് നോക്കും. അപ്പോൾ അപ്രൂവ്ഡ് ആണ് എപ്പോഴും. ഫ്ലാറ്റുകളിലെ 80% നല്ലൊരു ബിൽഡറാണ്, അവരുടെ ആദ്യത്തെ പ്രോജക്റ്റ് അല്ല. ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നൊരു ബിൽഡറാണ്, ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് നൂലാമാലകളുണ്ടാകും, കുറേയധികം ഇത് അവർ സമർപ്പിക്കണം. പക്ഷെ പലരും ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ നോക്കിയാൽ പലരും പഴക്കമുള്ള ബിൽഡേഴ്സാണ്. അപ്പോൾ അവരെയൊക്കെ ബാങ്കുകൾ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ അപ്രൂവൽ, ബിൽഡിംഗ് അപ്രൂവലും ബിൽഡേഴ്സ് അപ്രൂവലും എല്ലാം കൊടുത്തിരിക്കും. അതുകൊണ്ട് അത് വളരെയധികം എളുപ്പം കിട്ടുന്നതാണ് ഫ്ലാറ്റ്. പഴയ ഫ്ലാറ്റ് വാങ്ങിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതെല്ലാം ഓൾറെഡി പഴയ ഓണറിൻ്റെ അടുത്ത് കാണും. പുതിയ ഫ്ലാറ്റുകളുടെ കാര്യത്തിൽ ഈ ഒരു ഇതുണ്ട്. ഇതിലും ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോൺ കിട്ടാനുള്ള അർഹത, ഇതൊക്കെ പ്രത്യേകം വിലയിരുത്തുന്നതാണ് ഓരോ ഇൻഡിവിജ്വലിനെ അനുസരിച്ച്.
ഈ വീട് വയ്ക്കാൻ ഹോം ലോൺ മാത്രമാണ് കൊടുക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ലോണുകൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അല്ല, വീട് വെക്കാനായിട്ട് എപ്പോഴും ഹോം ലോൺ എടുക്കുകയാണ് ലാഭം. കാര്യം ഏറ്റവും കുറവ് പലിശ ഹോം ലോണിനാണ്. ഹോം ലോൺ 100% സെക്യൂർഡാണ്. എന്തെങ്കിലും റിസഷൻ അങ്ങനത്തെ ആ റിയൽ എസ്റ്റേറ്റ് ഇത് വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഹോം ലോൺ 100% സെക്യൂർഡാണ്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് എന്ന് പറയുന്ന ഹോം ലോണിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അഗ്രികൾച്ചർ ഏറ്റവും നല്ലത് ഹോം ലോൺ എടുക്കും. ഹോം ലോൺ പക്ഷേ അത് ആ വീട് വാങ്ങിക്കാനായിട്ട് അതിൻ്റെ സ്പെസിഫിക് റിലീസാണ്. സ്പെസിഫിക് റിലീസ് ആസ് ആൻഡ് വെൻ റിക്വേർഡ്. മനസ്സിലായി? അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ബാങ്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ നിബന്ധനകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഹൗസിംഗ് ലോൺ എടുക്കുകയാണെന്നല്ലേ ഏറ്റവും കൂടുതൽ കാലാവധി കിട്ടുന്നതും ഹൗസിംഗ് ലോണാണ്. പലരും ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹൗസ് ലോണിന് പകരം പേഴ്സണൽ ലോൺ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് കാണിക്കുന്നത് വളരെ ബുദ്ധിശൂന്യമായ പ്രവർത്തിയാണ്. കാര്യം പേഴ്സണൽ ലോണിന് മിനിമം ഹൗസിംഗ് ലോണിനേക്കാളും 5% പലിശ കൂടുതലാണ്. എന്തിനാ എടുക്കണേന്ന് വെച്ചാൽ ഇത് നൂലാമലകൾ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ ഇപ്പോൾ പഴയ ഇൻകം ടാക്സുകാർക്ക് പുതിയ ഇൻകം ടാക്സിൽ ഇത് വരുന്നില്ല. കാര്യം പുതിയ സിസ്റ്റത്തിൽ ഒന്നും ഇളവുകളില്ല. 7 ലക്ഷം വരെ ഇൻകം ടാക്സിൽ അങ്ങനത്തെ ഒരു ഇതാണ്. പഴയ ആൾക്കാരാണെങ്കിൽ പഴയ സിസ്റ്റംസ് ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ അവർക്ക് 1,50,000 വരെ പലിശ ഇനത്തിൽ പിന്നെ ATC ഇനത്തിലൊക്കെ അവർക്ക് ഇളവുകൾ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോഴും ഹൗസിംഗ് ലോണ് ഹൗസിംഗ് പർപ്പസിന് തന്നെ കുറച്ച് നൂലാമാലകൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നാലും അത് തന്നെ എടുക്കുക. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിക്കുന്നതിൻ്റെ ആ ഒരു സുരക്ഷിതത്വം ബാങ്ക് കൂടി ഉറപ്പുവരുത്തും. ശരി സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.